Once again, welcome back to virtual teaching. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രജിസ്ട്രേഷൻ എന്ന ലാസ്റ്റ് മൊഡ്യൂളിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പേഴ്സൺസ് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ. ആരൊക്കെയാണ് GST രജിസ്റ്റർ ചെയ്യേണ്ടത്, ആരൊക്കെയാണ് നിർബന്ധമായിട്ടും ലോ പറയുകയാണ് ഇവർ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ആരൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സെക്ഷൻ്റെ താഴെ 4 പോയിന്റ്സാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് every supplier shall be liable to be registered under this act in the state or union territory other than special category state from where he makes a taxable supply of goods or services or both if his aggregate turnover in the financial year exceed 40 lakh rupees. അപ്പോൾ ഇവിടെ രണ്ട് കേസ് പറഞ്ഞിട്ടുള്ളത്, ഒരെണ്ണം നമ്മുടെ സാധാ ഓർഡിനറി സ്റ്റേറ്റും രണ്ടാമത്തെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റാണ്. സാധാ നമ്മുടെ സ്റ്റേറ്റിലൊക്കെ ഇപ്പോൾ ലൈക്ക് കേരളയൊക്കെ അങ്ങനെയുള്ള സാധാ സ്റ്റേറ്റിൽ കേരള, തമിഴ്നാട് അങ്ങനെയുള്ള സാധാ സ്റ്റേറ്റിലാണെങ്കിൽ എല്ലാ സപ്ലയേഴ്സും എന്തായിരിക്കണം, രജിസ്റ്റർ കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം. എന്നാൽ ചില സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. ലൈക്ക് ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം, അങ്ങനെ കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള കാറ്റഗറി സ്റ്റേറ്റ്സ് ഉണ്ട്. ഇങ്ങനത്തെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിലാണെങ്കിൽ അവിടെ എല്ലാ സപ്ലയേഴ്സും രജിസ്റ്റർ ചെയ്യേണ്ട. ഇപ്പോൾ ആ ഒരു സപ്ലയറിൻ്റെ ഫിനാൻഷ്യൽ ഇയറിലെ അഗ്രിഗേറ്റ് ടേൺ ഓവർ 40 lakh rupees മുകളിൽ പോവുകയാണെങ്കിൽ മാത്രമേ അദ്ദേഹം എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് സപ്ലൈ ചെയ്ത ടാക്സ് സപ്ലയേഴ്സ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ. രണ്ടാമത്തെയാണ് എവറി പേഴ്സൺ ഹൂ ഓൺ ദ ഡേ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ അപ്പോയിൻമെൻറ്റ് ഡേ is registered or hold a license under existing law shall be liable to be registered under this act with effect from the appointment day. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഡേയുടെ തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ലോയിൽ ലൈസൻസ് ഹോൾഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം എന്ത് ചെയ്യണം, അദ്ദേഹം ആ ഒരു അപ്പോയിൻമെൻറ്റ് ഡേയുടെ എഫക്റ്റിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് എന്നാണ് അപ്പോയിൻമെൻറ്റ് ഡേ കിട്ടിയത് അന്ന് തൊട്ട് എന്തായിരിക്കണം, നമ്മുടെ ആ ഒരു പേഴ്സൺ രജിസ്റ്റേർഡ് ആയിരിക്കണം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെയാണ് where a business carried on by a taxable person registered under this act is transferred whether on account of succession or otherwise to another person as a going concern, the transferee or successor in the as a case maybe shall be liable to be registered with effect from the date of such transfer or succession. ഇപ്പോൾ ഒരു ടാക്സിബിൾ പേഴ്സൺ, അതും രജിസ്റ്റർ ചെയ്തൊരു ടാക്സിബിൾ പേഴ്സൺ നടത്തിക്കൊണ്ടു പോകുന്ന ആ ഒരു ബിസിനസ് അക്കൗണ്ട് ഓഫ് സക്സഷന് അച്ഛനെ നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ അത് ചിലപ്പോൾ മകന് കൊടുക്കാം, അപ്പോൾ സക്സഷനായി. അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും വ്യക്തിക്ക് കൊടുക്കാം, ലൈക്ക് ട്രാൻസ്ഫർ, ഞാൻ വേറൊരു വ്യക്തിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ സക്സഷനോ ഒരു മോന് കൊടുത്താലും അല്ല വേറെ വ്യക്തിക്ക് കൊടുത്താലും ആരാണോ ആ ഒരു ഗോയിങ് കൺസേൺ ആ ഒരു ബിസിനസ് മേടിക്കുന്നത് അദ്ദേഹം എന്തായിരിക്കണം, അദ്ദേഹം നമ്മുടെ GST രജിസ്റ്റേർഡ് ചെയ്തിരിക്കണം. അപ്പോൾ എന്നാണോ ആ ഒരു ഡേറ്റ്, ഏത് ഡേറ്റിലാണോ ഈ ഒരു ട്രാൻസ്ഫർ നടന്നത് അന്ന് തൊട്ട് തന്നെ എന്തായിരിക്കണം, അദ്ദേഹം ആ ഒരു GST രജിസ്റ്റർ ചെയ്തിരിക്കണം. അതാണ് തേർഡ് പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് notwithstanding anything contained in subsection 1 and 3 in a case transfer pursuant to such sanction of a scheme or an arrangement for amalgamation or as the case may be demerger of two or more companies pursuant to an order of a high court, tribunal or otherwise, the transferee shall be liable to be registered with the effect from the date on which registrar of company issue a certificate of incorporation giving effect to such order of the high court or tribunal. ഈ ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റും തേർഡും ഈ രണ്ട് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് അതല്ലാതെ നെക്സ്റ്റ് ടൈപ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അമാൽഗമേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മെർജ് രണ്ട് കമ്പനീസ് രണ്ടോ മൂന്നോ കമ്പനീസ് ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഡീമർജ് തോന്നണം, സെപ്പറേറ്റ് ആവാൻ തോന്നണം. അങ്ങനെ കമ്പനി സെപ്പറേറ്റ് ആകുമ്പോൾ ഒറ്റൊരു കമ്പനി സമയത്ത് ഏതെങ്കിലും ഒരാൾ മാത്രം തേതി അത് രജിസ്ട്രേഷൻ കിട്ടിയാൽ മതി. പക്ഷേ ഇങ്ങനെ അമാൽഗമേഷൻ ചെയ്ത കമ്പനീസ് സെപ്പറേറ്റ് ആവുന്ന സമയത്ത് ഏതൊക്കെ കമ്പനിയാണ് ഇൻഡിവിജ്വലി വർക്ക് ചെയ്യാൻ പോകുന്നത് അവർക്ക് എല്ലാവർക്കും എന്ത് വേണം, അവരെല്ലാവരും GST രജിസ്റ്റേർഡ് ആയിരിക്കണം. അപ്പോൾ ആരാണോ ഈ ഒരു പ്രോപ്പർട്ടി റിസീവ് ചെയ്യുന്നത് അദ്ദേഹം എന്തായിരിക്കണം, GST രജിസ്റ്റർ ആയിരിക്കണം. അത് എന്നോട്ടാണ്, എപ്പോഴാണോ നമ്മുടെ ഹൈക്കോർട്ടോ അല്ലെങ്കിൽ ട്രിബ്യൂണലോ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇൻകോർപ്പറേഷൻ കൊടുക്കുന്നത് ആ ഒരു എഫക്റ്റിൽ വരുന്നത് അന്ന് തൊട്ട് നമ്മുടെ ആ ഒരു ആരാണോ പ്രോപ്പർട്ടി മേടിച്ചത് ഏത് കമ്പനിയാണ് ട്രാൻസ്ഫർ ചെയ്യാറാണോ അദ്ദേഹം GST രജിസ്റ്റേർഡ് ആയിരിക്കണം. 4 പോയിന്റ്സാണ് മെയിനായിട്ട് ഇങ്ങനെ ഉള്ളത്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്
പേഴ്സൺ നോട്ട് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ആരൊക്കെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നാണ്. നെക്സ്റ്റ് പറയുമ്പോൾ ആരെല്ലാം രജിസ്റ്റർ ചെയ്യേണ്ട എന്നതാണ്. ഫസ്റ്റ് പോയിന്റ് ആണ്, എനി പേഴ്സൺ എൻഗേജ് എക്സ്ക്ലൂസീവ്ലി ഇൻ ദ ബിസിനസ് ഓഫ് സപ്ലൈയിങ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് that are not liable to tax or only accepted from tax under this act or under the integrated goods and service tax. അപ്പോൾ ഏതൊരു പേഴ്സൺ ആയിക്കോട്ടെ, ആ പേഴ്സൺ നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് സപ്ലൈയിൽ മാത്രം എക്സ്ക്ലൂസീവായിട്ട് അദ്ദേഹം അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടും ഈ ഗുഡ്സോ സർവീസസോ രണ്ടും സപ്ലൈ ചെയ്യുന്ന എക്സ്ക്ലൂസീവ്ലി ഫുള്ളായിട്ട് ആ ബിസിനസ് മാത്രം ഉള്ളെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൽ നിന്ന് ഫുള്ളി ആയിട്ട് എക്സംപ്റ്റഡ് ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. എന്താണത്, നമ്മുടെ ആ ഒരു സപ്ലൈയിങ് ഗുഡ്സ് സർവീസ് ആ ഒരു ബിസിനസ്സിൽ എക്സ്ക്ലൂസീവായിട്ട് ഫുൾ ടൈം എൻഗേജ് കൊണ്ടിരിക്കുന്ന വ്യക്തിക്കാണെങ്കിൽ രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല, കാരണം അദ്ദേഹം ടാക്സ് അടയ്ക്കാൻ ലയബിൾ അല്ല. രണ്ടാമത്തെയാണ്, ആൻഡ് അഗ്രികൾച്ചർ ഈസ് ടു ദ എക്സ്റ്റേണൽ സപ്ലൈ ഓഫ് പ്രൊഡക്റ്റ് ഓർ പ്രൊഡ്യൂസ് ഔട്ട് ഓഫ് കൾട്ടിവേഷൻ ഓഫ് ദ ലാൻഡ്. ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്ത് കിട്ടുന്ന ആ ഒരു സപ്ലൈ ഓഫ് പ്രൊഡക്ട്സ് ആ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് എന്താണ്, അഗ്രികൾച്ചറിസ്റ്റിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ തേർഡ് കാറ്റഗറി വെച്ച് കഴിഞ്ഞാൽ ദ ഗവൺമെൻറ് മേ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ കൗൺസിൽ ബൈ നോട്ടിഫിക്കേഷൻ സ്പെസിഫൈ ദ കാറ്റഗറി ഓഫ് പീപ്പിൾ ഹു മേ ബി എക്സംപ്റ്റഡ് ഫ്രം ഒബ്റ്റെയിനിങ് രജിസ്ട്രേഷൻ അണ്ടർ ദിസ് ആക്ട്. ഇനി ഗവൺമെൻറ് നമ്മുടെ കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ വരച്ചിട്ട് ഗവൺമെൻറ് പറയും ഇന്ന കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ത് ചെയ്യാൻ ആവശ്യമില്ല, രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇവർ എക്സംപ്റ്റഡ് ആണ് എന്ന് ഗവൺമെൻറ് പറയുന്ന ആ ഒരു കാറ്റഗറി, അല്ല ഗവൺമെൻറ് അല്ല കൗൺസിൽ പറയുന്ന ആ ഒരു കാറ്റഗറി ഓഫ് പീപ്പിളിനെ ഗവൺമെൻറ് എന്ത് ചെയ്യും, അവരെ ഒഴിവാക്കി വിടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഈ 3 പോയിന്റ്സ് ആണ് എന്തുള്ളത്, പേഴ്സൺ നോട്ട് ലയബിൾ ഫോർ രജിസ്ട്രേഷനിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് കമ്പൽസറി രജിസ്ട്രേഷൻ ഇൻ സർട്ടൻ കേസസ്. അപ്പോൾ ചില കേസിൽ ഗവൺമെൻറ് പറയും ഇവർ കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. അങ്ങനെ പറയുന്ന കേസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കുറേ പോയിന്റ്സ്, അതിൽ സെലക്റ്റഡ് പോയിന്റ്സ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഫസ്റ്റ് വൺ ആണ് പേഴ്സൺ മേക്കിംഗ് എനി ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ. അപ്പോൾ എന്താണ്, ഇൻ്റർ സ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ നടത്തുന്ന ഏതെങ്കിലും പേഴ്സൺ ഉണ്ടെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. രണ്ടാമത്തത് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ. ക്യാഷ്വലായിട്ട് നോട്ട് പെർമനൻറ്റ് അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഒരു ടാക്സബിൾ പേഴ്സൺ അല്ല, അങ്ങനെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഏതെങ്കിലും സപ്ലൈ നടത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തായിരിക്കണം, അദ്ദേഹം രജിസ്റ്റർ ചെയ്തിരിക്കണം. പേഴ്സൺ ഹു ആർ റിക്വയർഡ് ടു പേ ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൻ്റെ കീഴിൽ ഏതെങ്കിലും പേഴ്സൺ ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ട് എന്തായിരിക്കണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ. നോൺ റെസിഡൻസ് എന്താണ്, ഇന്ത്യയുടെ പുറത്തുള്ള ആൾ, നമ്മുടെ ഇന്ത്യയിലുള്ള ആളല്ല, അങ്ങനെ ഒരു ടാക്സബിൾ പേഴ്സൺ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം, ഉറപ്പായിട്ടും കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. പേഴ്സൺ ഹു മേക്ക് ടാക്സബിൾ സപ്ലൈ ഓഫ് ഗുഡ്സ് സർവീസസ് ഓർ ബോത്ത് ഓൺ ബിഹാഫ് ഓഫ് അനദർ ടാക്സബിൾ പേഴ്സൺ വെദർ ആസ് എൻ ഏജന്റ് ഓർ അതർവൈസ്. അപ്പോൾ എന്താണ്, വേറൊരു ടാക്സബിൾ പേഴ്സൻ്റെ ബിഹാഫിൽ ഒരു പേഴ്സൺ എന്താണ് ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ടാക്സബിൾ സപ്ലൈ സർവീസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇപ്പോൾ ചിലപ്പോൾ അദ്ദേഹം ഒരു ഏജൻ്റായിട്ടോ വേറെ ഏതെങ്കിലും രീതിയിലേക്കും വർക്ക് ചെയ്യണേ, പക്ഷെ എന്നാൽ പോലും ആ ഏജൻറ്റ് എന്തിരിക്കണം, ഉറപ്പായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം, കാരണം അദ്ദേഹമാണല്ലോ അവിടെ സപ്ലൈ ചെയ്യുന്നത്. ഇത് കമ്പൽസറി രജിസ്ട്രേഷന് വേണ്ടിയുള്ളതാണ്. നെക്സ്റ്റ് ആണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ വെദർ ഓർ നോട്ട് സെപ്പറേറ്റ്ലി രജിസ്റ്റർഡ് അണ്ടർ ദിസ് ആക്ട്. നെക്സ്റ്റ് ആണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ഇദ്ദേഹം ഉറപ്പായിട്ട് എന്തായിരിക്കണം, നമ്മുടെ ആക്ടിൽ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. എവറി ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ, എല്ലാ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സും രജിസ്റ്റർ ചെയ്യണം. ലാസ്റ്റ് ആണ് സച്ച് അതർ പേഴ്സൺ ഓർ ക്ലാസ് ഓഫ് പേഴ്സൺ ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെൻറ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ കൗൺസിൽ. നെക്സ്റ്റ് ആണ് എന്ത്, വേറെ ഏതെങ്കിലും ക്ലാസ് ഓഫ് പേഴ്സൺ, ഗ്രൂപ്പ് ഓഫ് പേഴ്സണോ എന്തിനായിക്കോട്ടെ നമ്മുടെ കൗൺസിൽ റെക്കമെൻഡേഷൻ വെച്ചിട്ട് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്യേണ്ട, ഇങ്ങനെ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ. ഈ പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ എന്നത് സെക്ഷൻ 25 ആണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തില്ലേ ആരൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടത്, ഇവൻ്റെ സ്പെഷ്യൽ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതാണ് സെക്ഷൻ 22 വന്നിട്ടുള്ളത്. സെക്ഷൻ 24 നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ആ കമ്പൽസറി രജിസ്ട്രേഷൻ. അപ്പോൾ ഇത് രണ്ടുമാണ് സെക്ഷൻ 22, 24. 25 എന്നത് എന്താണ്, നമ്മുടെ ഇപ്പോൾ പറയാൻ പോകുന്ന പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ ആണ് 25 എന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കാം, ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. എവറി പേഴ്സൺ ഹു ഇസ് ലയബിൾ ടു രജിസ്റ്റർ അണ്ടർ സെക്ഷൻ 22 or section 24 shall apply for registration in every such state or union territory in the registration in such a manner and subject to such condition as may be prescribed. ആരൊക്കെയാണോ എന്താണ് 22-ലും 24-ലും രജിസ്റ്റർ ചെയ്യണം
എന്ന് ലയബിലിറ്റി ഉള്ളത്. ഇവരൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടല്ലോ കുറേ പേരുടെ കാര്യം പറഞ്ഞു സെക്ഷൻ 24 അപ്പോൾ അങ്ങനെ പറഞ്ഞ ആൾക്കാർ കമ്പൽസറി ആയിട്ടല്ലേ നിർബന്ധമായിട്ട് എന്താണ് രജിസ്റ്റർ ചെയ്തിരിക്കണം. ആ കണ്ടീഷൻസ് പറഞ്ഞിട്ട് അതനുസരിച്ചാണ് അവർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി. രണ്ടാമത് എ പേഴ്സൺ സീക്കിംഗ് രജിസ്ട്രേഷൻ അണ്ടർ ദിസ് ആക്ട് ഷാൽ ബി ഗ്രാൻഡഡ് എ സിംഗിൾ രജിസ്ട്രേഷൻ ഇൻ ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. അപ്പോൾ എന്താണ് ആർക്കാണ് രജിസ്ട്രേഷൻ വേണ്ടത്? അദ്ദേഹത്തിന് ആകെ ഒറ്റ രജിസ്ട്രേഷൻ മാത്രമേ കൊടുക്കുകയുള്ളൂ. ഒൺലി സിംഗിൾ രജിസ്ട്രേഷൻ. നമ്മുടെ ഓൾ ഇന്ത്യയിൽ ആകെ ഒരു രജിസ്ട്രേഷൻ മാത്രമേ ഒരു വ്യക്തിക്ക് ഉണ്ടാവാൻ പാടുകയുള്ളൂ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. എ പേഴ്സൺ ദോ നോട്ട് ലയബിൾ ടു ബി രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 22 or 24 മേക്ക് ഇറ്റ് ഹിംസെൽഫ് രജിസ്റ്റേർഡ് വോളണ്ടറി. അപ്പോൾ എന്താണ് ഒരു പേഴ്സൺ അദ്ദേഹത്തിന് 22-ലും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, 24 എന്ന ആ ഒരു സെക്ഷനിലോ കീഴിലുള്ളതിലും രജിസ്റ്റർ ചെയ്യേണ്ട ലയബിലിറ്റി വന്നിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സെൽഫ് രജിസ്ട്രേഷൻ സമ്മതിക്കുന്ന ആൾക്ക് ഇതിലൊന്നും ഇടപെടാണ്ട് സ്വന്തമായിട്ട് വേണമെങ്കിൽ GST പോർട്ടലിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നാലാമത് എ പേഴ്സൺ ഹു ഹാസ് ഒബ്റ്റെയിൻഡ് ഓർ ഇസ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ മോർ ദാൻ വൺ രജിസ്ട്രേഷൻ. ചില ആൾക്കാർക്ക് ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ വേണം എന്നുണ്ടെങ്കിൽ വെദർ ഇൻ വൺ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഓർ മോർ ദാൻ വൺ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. അപ്പോൾ ഒരു സ്റ്റേറ്റിലും അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിലും യൂണിയൻ ടെറിട്ടറിയിലായിരിക്കാം. ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് രജിസ്ട്രേഷൻ ട്രീറ്റ്മെന്റ് ആസ് എ ഡിസ്റ്റിൻക്ട് പേഴ്സൺ ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ആക്ട്. അങ്ങനെ ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ആ ഓരോ രജിസ്ട്രേഷനെയും ഓരോ ഡിസ്റ്റിൻക്ട് പേഴ്സൺ ആയിട്ടായിരിക്കും കാണുക. ഒരിക്കലും ഒരു പേഴ്സണ് ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ പാടില്ല. അതുകൊണ്ട് എന്ത് വേണം? ഓരോ രജിസ്ട്രേഷന് ഓരോ സെപ്പറേറ്റ് വ്യക്തികളുടെ രജിസ്ട്രേഷനായിട്ടാണ് നമ്മുടെ ടാക്സ് ഈ ഒരു ആക്റ്റിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഫിഫ്ത്ത് പോയിന്റ് ആണ് whether a person who has obtained or is required to obtain registration in a state or union territory in respect of an establishment. അപ്പോൾ ഒരു പേഴ്സണ് രജിസ്ട്രേഷൻ കിട്ടേണ്ടത് സ്റ്റേറ്റിലോ യൂണിയൻ ടെറിട്ടറിയിലോ ആയിക്കോട്ടെ, അത് കിട്ടേണ്ടത് ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് പേരിലാണ്, അല്ലാണ്ട് സ്വന്തം പേരിലല്ല, നടത്തിക്കൊണ്ടുപോകുന്ന ആ ബിസിനസ് ഫോമിൻ്റെ പേരിലാണെങ്കിൽ. ഹാസ് ബാൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇൻ അനദർ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. അദ്ദേഹത്തിന് ഒരു ബാൻ ചെയ്ത ഒരു വേറെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വേറൊരു സ്റ്റേറ്റിലോ യൂണിയൻ ടെറിട്ടറിയിൽ ഉണ്ടെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ such establishment shall be treated as establishment of distinct person for the purpose of this act. നമ്മുടെ ഈ ഒരു ആക്ടിൻ്റെ കേസിൽ മാത്രം എന്ത് ചെയ്യും? ആ ബാൻ ചെയ്ത എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആ ഒരു വ്യക്തിയുടെ അല്ല എന്ന് അങ്ങോട്ട് പറയും, അത് വേറെ ഏതോ ഡിസ്റ്റിൻറ്റ് പേഴ്സൻ്റെ ആണെന്ന് പറയും. 6th പോയിന്റ് ആണ് every person shall have a permanent account number PAN issued under the income tax act 1961 in order to be eligible for grant of registration. അപ്പോൾ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യണമെങ്കിൽ, എലിജിബിൾ ആവണമെങ്കിൽ എല്ലാ പേഴ്സൺ എന്തുണ്ടാവണം? പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ പാൻ ഉണ്ടാവണം. ദാറ്റ് ഈസ് ഇഷ്യൂഡ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. അതാണ് 6th പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി 7th ആണ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻ ഇൻ സബ്സെക്ഷൻ 6 എ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ മേ ബി ഗ്രാൻഡ് രജിസ്ട്രേഷൻ അണ്ടർ സബ്സെക്ഷൻ 1 ഓൺ ദ ബേസിസ് ഓഫ് സച്ച് അതർ ഡോക്യുമെൻറ്റ് ആസ് മേ പ്രിസ്ക്രൈബ്ഡ്. ഇനി ഒരു നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സണ് രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യണമെങ്കിൽ അണ്ടർ സബ്സെക്ഷൻ 1, സബ്സെക്ഷൻ 1 എന്തൊക്കെ വരുന്നുണ്ട് നമ്മൾ 9th പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ തന്നിരിക്കുന്ന ആ ഡോക്യുമെൻസിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ഒരു നോൺ ടാക്സബിൾ പേഴ്സൺ നമുക്ക് എന്ത് ചെയ്യാം? രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യാവുന്നതാണ്. 8th പോയിന്റ് ആണ് where a person who is liable to be registered under the act fail to obtain registration, the proper officer may without prejudice to any action which may take under this act or under any other law for the time being is forced proceeded to register such person in such a manner as may prescribe. ഇപ്പോൾ ഏതൊരു വ്യക്തി ഈ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല, അതിന് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ഓഫീസർ അതിന് നേരെ കേസ് എടുക്കാനോ അയാളെ ഉപദ്രവിക്കാനായിരിക്കില്ല പോവുക. പകരം എന്ത് ചെയ്യും? ആ ഒരു ടൈം ബീയിങ് ആ ഒരു നമുക്ക് വരുന്നുള്ളൂ GST നമുക്കറിയാം, അപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹത്തിനെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിക്കുകയേ ചെയ്യുള്ളൂ. അയാളെ കൊണ്ട് തന്നിരിക്കുന്ന ആ ഒരു പ്രിസ്ക്രൈബ്ഡ് മാനറിൽ രജിസ്റ്റർ ചെയ്യിക്കും, അല്ലാണ്ട് അതിനെതിരെ കേസ് എടുക്കാനൊന്നും പോവുകയില്ല. നെക്സ്റ്റ് ആണ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻ സബ്സെക്ഷൻ 1. എന്തൊക്കെയാണ്? ഏതൊക്കെ സബ്സെക്ഷൻ 1-ലുള്ളത്? എനി സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് ദ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ഓർ എനി മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇങ്ങനത്തുള്ള ഓർഗനൈസേഷൻസും അല്ലെങ്കിൽ എനി അതർ പേഴ്സൺ ഓർ ക്ലാസ് ഓഫ് പേഴ്സൺ ആസ് മേ നോട്ടിഫൈഡ് ബൈ ദ കമ്മീഷണർ. അപ്പോൾ ഇവർക്ക് ഈ 2 കാറ്റഗറിക്ക് എന്താണ്? ഷാൽ ബി ഗ്രാൻഡഡ് എ യൂണിക് ഐഡൻറ്റിറ്റി നമ്പർ. ഇവർക്ക് 2 പേർക്കും ഒരു യൂണിക് ഐഡൻറ്റിറ്റി നമ്പർ ഗ്രാൻഡ് ചെയ്യുന്നതായിരിക്കും. സച്ച് എ മാനർ ഫോർ ദ പർപ്പസ് ഇൻക്ലൂഡിംഗ് റീഫണ്ട് ഓർ ടാക്സസ് ഓർ നോട്ടിഫൈഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് സർവീസസ് ഓർ ബോത്ത് റിസീവ്ഡ് ബൈ ദം ആസ് മേ പ്രിസ്ക്രൈബ്ഡ്. അപ്പോൾ ആ ഒരു ഇതിൽ എന്താണ് അവർക്ക് റീഫണ്ട് ചെയ്യാനും ടാക്സിനും എല്ലാത്തിനും വേണ്ടി
ഈ 2 കാറ്റഗറി പീപ്പിളിൽ എന്ത് കൊടുക്കും? അവർക്ക് കൃത്യമായിട്ടുള്ള യൂണിക് ഐഡൻറ്റി നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി 10th പോയിന്റ് ആണ്, the registration of the unique identity number shall be granted or rejected after due verification in such manner and within a such period as may be prescribed. ഈ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ഈ യൂണിക് ഐഡൻറ്റി നമ്പറോ എപ്പോൾ അത് ഗ്രാൻഡ് ചെയ്യാനും റിജക്റ്റും ചെയ്യാം. ആഫ്റ്റർ ഡ്യൂ വെരിഫിക്കേഷൻ, നല്ല രീതിയിൽ വെരിഫിക്കേഷൻ നടത്തിക്കഴിഞ്ഞിട്ട് മാത്രമേ ഈ നമ്പർ കൊടുക്കുകയുള്ളൂ. സച്ച് എ മാനർ വിത്ത് സച്ച് പീരീഡ് ആസ് മേ പ്രിസ്ക്രൈബ്, അതിനൊരു രീതി ഉണ്ട്, അതുപോലെ തന്നെ ഒരു ടൈം പീരീഡ് ഉണ്ട്. അതിനുള്ളിൽ മാത്രമേ അത് കിട്ടിയോ ഇല്ലയോ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. 11th ആണ്, എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഷാൽ ബി ഇഷ്യൂഡ് ഇൻ സച്ച് ഫോം ആൻഡ് വിത്ത് എഫക്ട് ഫ്രോം സച്ച് ഡേറ്റ് ആസ് മേ പ്രിസ്ക്രൈബ്ഡ്. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ അത് ഇഷ്യൂ ചെയ്യുക ഒരു പ്രത്യേക സച്ച് എ ഫോം, ഒരു പാറ്റേണിലായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു പറഞ്ഞിരിക്കുന്ന ഡേറ്റ് തൊട്ട് മാത്രമേ അതെന്തുള്ളൂ, അത് കംപ്ലീറ്റ് എഫക്റ്റിലാവുകയുള്ളൂ. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ്, എ രജിസ്ട്രേഷൻ ഓർ എ യൂണിക് ഐഡൻറ്റി നമ്പർ ഷാൽ ബി ഡീംഡ് to have been granted after the expiry of the period prescribed under subsection 10 if no deficiency has been communicated to the applicant within that period. ഒരു രജിസ്ട്രേഷനോ അല്ലെങ്കിൽ യൂണിക് ഐഡൻറ്റി നമ്പറോ കിട്ടി എന്ന് പറയാൻ വേണ്ടി പറ്റണമെങ്കിൽ, അല്ലെങ്കിൽ ഗ്രാൻഡ് ചെയ്തതാണെങ്കിൽ ഒരു ടൈം പീരീഡ് ഉണ്ട്, ഇത്ര ടൈം ഉണ്ട്. ആ ഒരു ടൈം പീരീഡിനുള്ളിൽ ഒരു തെറ്റും അവൾ കണ്ടില്ല, ഒരു ഡെഫിഷ്യൻസിയും നമ്മൾ ആപ്ലിക്കൻറ്റിൽ കണ്ടില്ല എന്ന് മാത്രമാണെങ്കിൽ മാത്രമേ എന്തുള്ളൂ അവർക്ക് ആ യൂണിക് ഐഡൻറ്റി നമ്പറോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇത്ര 12 പോയിന്റ്സ് ആണ് നമ്മുടെ പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷന് കീഴിൽ ഉള്ളത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ആണ്, രജിസ്ട്രേഷൻ ഓഫ് പേഴ്സൺ റിക്വയർഡ് ടു ഡിഡക്ട് TDS ആൻഡ് TCS. അപ്പോൾ എന്താണ് TDSും TCSും ഡിഡക്ട് ചെയ്യാൻ ഉള്ള ആ ഒരു പേഴ്സൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ്, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. എനി പേഴ്സൺ റിക്വയർഡ് ടു ഡിഡക്ട് ടാക്സ് ഇൻ അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 51 or a person required to collect tax at source in accordance with the provision of section 52 shall electronically submit an application duly signed or verified through electronic verification code for the grant of registration through the common portal. അപ്പോൾ ഏത് പേഴ്സണാണോ ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കളക്ട് ചെയ്യേണ്ടത് ആ ഒരു വ്യക്തി ഇലക്ട്രോണിക്കലി എന്ത് ചെയ്തിരിക്കണം, ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും ആ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഡ്യൂലി സൈൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് വെച്ചത് വെരിഫൈ ചെയ്തിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അത് നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി സബ്മിറ്റ് ചെയ്യുക അണ്ടർ ദ കോമൺ പോർട്ടൽ. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തത്, ദ പ്രോപ്പർ ഓഫീസർ മേ ഗ്രാൻഡ് രജിസ്ട്രേഷൻ ആഫ്റ്റർ ഡ്യൂ വെരിഫിക്കേഷൻ ആൻഡ് ഇഷ്യൂ സർട്ടിഫിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ വിത്തിൻ എ പീരീഡ് ഓഫ് 3 വർക്കിംഗ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ. പ്രോപ്പർ ഓഫീസർ എന്ത് ചെയ്യും, ആ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യണ മുമ്പ് ഡ്യൂ വെരിഫിക്കേഷൻ നല്ല രീതിയിൽ വെരിഫിക്കേഷൻ നടത്തും. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുള്ളൂ, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യുകയുള്ളൂ. വിത്തിൻ എ പീരീഡ് ഓഫ് 3 വർക്കിംഗ് ഡേയ്സ്, 3 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും ആ ഒരു ആ രജിസ്ട്രേഷൻ ആ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മളിത് ഗ്രാൻഡ് ചെയ്തോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം വെച്ചിട്ട് 3 ദിവസത്തിനുള്ളിൽ നമ്മുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്തോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി സാധിക്കും. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ്, വേർ upon an inquiry or pursuant to any other proceeding under the Act, the proper officer is satisfied that the person to whom certificate registration has been issued is no longer liable to deduct tax at source or collect tax at source under section 52 and that is under 51. The said officer may cancel the registration and such cancellation shall be communicated to the said person electronic in the form GST REG 8. അപ്പോൾ എൻക്വയറിയുടെ കേസിൽ നമ്മുടെ പ്രോപ്പർ ഓഫീസർ അറിയുകയാണ് ഇദ്ദേഹത്തിന് ഇനി ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഉറപ്പായിട്ട് ആ നിമിഷം എന്ത് ചെയ്യാം, ആ ഒരു പേഴ്സൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. കാരണം എന്തിനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടാക്സ് ഡിഡക്റ്റ് ചെയ്യാനും ടാക്സ് കളക്ട് ചെയ്യാനും TDSനും TCSനും വേണ്ടി മാത്രമാണ് നമ്മൾ ഈ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ സംഭവം ഇത് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ പ്രോപ്പർ ഓഫീസറിന് ആ നിമിഷം തന്നെ എന്ത് ചെയ്യാം, ആ GSTയുടെ ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്നത് ഇലക്ട്രോണിക്കലി ആയിരിക്കും ഫോം GST REG 08 ഫോമിലൂടെ അവർ അറിയിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് സ്ട്രക്ചർ ഓഫ് GSTIN. അപ്പോൾ GST സ്ട്രക്ചർ ഇവിടെ കാണുന്നതാണ് GSTIൻ്റെ ഫോർമാറ്റ് നമ്പർ ഇതാണ്. അപ്പോൾ എന്താണത്, ഓൾ ദോസ് ബിസിനസ് will be assigned to get a unique goods or service tax identification number called GSTIN. എല്ലാ ബിസിനസ്സിനും എന്ത് കിട്ടും, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു GSTIN എന്ന നമ്പർ കിട്ടും. GSTIN ഫുൾ ഫോമാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിജിറ്റ്സ് കാണാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇതൊരു 15 ഡിജിറ്റ് കോഡാണ് നമ്മുടെ GSTIN എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിലെ ഫസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ് കോഡായിരിക്കും. ഏത് സ്റ്റേറ്റാണോ ആ സ്റ്റേറ്റിൻ്റെ
കോഡായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ 22 എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റേറ്റിൻ്റെ കോഡാണ്. ഇപ്പോൾ 29 ആണെങ്കിൽ അത് കർണാടക, 9 ആണെങ്കിൽ അത് ഡൽഹി, അങ്ങനെ. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ് കോഡാണ് കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് 10 ഡിജിറ്റ്സ്. ഇത്രയും 10 ഡിജിറ്റ്സ് എന്താണ്? നമ്മുടെ പാൻ നമ്പർ, ടാക്സ് പേയറിൻ്റെ പാൻ നമ്പറേക്ക് അടുത്ത 10 ഡിജിറ്റ്സ് എന്നത്. ഇനി 13th ഡിജിറ്റ് വെച്ച് എന്താണ്? 13 digits will be assigned based on number of registration within the state. എത്രാമത്തെ രജിസ്ട്രേഷൻ ആണ് അതാണ് 13th ഡിജിറ്റ് കാണിക്കുന്നത്. 14th ഡിജിറ്റ് വെച്ച് എന്താണ്? അത് ഇസഡ് ആയിരിക്കും എപ്പോഴും. 14th ഡിജിറ്റ് എപ്പോഴും എന്തായിരിക്കും? അത് ഇസഡ് ആയിരിക്കും. ഡീഫോൾട്ടഡ് എല്ലാവർക്കും സെയിം തന്നെ ആയിരിക്കും. ലാസ്റ്റ് ഡിജിറ്റ് എന്നത് ചെക്ക് കോഡ് ആയിരിക്കും. മേ ബി ആൻ ആൽഫബറ്റ് ഓർ എ നമ്പർ. ആൽഫബറ്റ് നമ്പർ ആവും ഡിജിറ്റ് നമ്മുടെ ചെക്ക് ഡിജിറ്റ് എന്നത്, ചെക്ക് കോഡ് എന്നത്. അപ്പോൾ എന്താണ്? അത് 2 സ്റ്റേറ്റ് കോഡ് ആയിരിക്കും. നെക്സ്റ്റ് 10 പാൻ നമ്പർ ആയിരിക്കും. നമ്മുടെ അടുത്ത നമ്പർ എന്താണ്? 13th ഡിജിറ്റ് എന്നത് നമ്പർ ഓഫ് രജിസ്ട്രേഷൻ ആയിരിക്കും. നമ്മുടെ സ്റ്റേറ്റിൽ എത്ര രജിസ്ട്രേഷൻ ഉണ്ട് നമുക്ക് നമ്മുടെ പേരിൽ. ഇപ്പോൾ പറഞ്ഞെങ്കിൽ 1 അങ്ങനെ. പിന്നെ ഇസഡ് എന്നത് ഡീഫോൾട്ടായി വരുന്ന ഒരു ഡിജിറ്റാണ്. 5 എന്നത് ചെക്ക് കോഡാണ്. അത് ആൽഫബറ്റോ അല്ലെങ്കിൽ നമ്പറോ ആവാം. ക്ലിയർ ആയല്ലോ?